വാഹനാപകടത്തിൽ കൊല്ലപ്പെട്ട ബാലാഭാസ്കറുടെ വിഷയം വീണ്ടും ഇതാ നമ്മുടെ മാധ്യമങ്ങളിൽ നിറയുകയാണ്. 6-7 വർഷത്തിന് ശേഷം ബാലഭാസ്കറുടെ ഭാര്യ ലക്ഷ്മി ഒരു മാധ്യമത്തെ കണ്ട് ഒരു അഭിമുഖം കൊടുത്തിരിക്കുന്നു. ഇത്രയും ദിവസം അവർ മാധ്യമങ്ങളെ കാണാൻ ഈ അപകടം നടന്ന് ഭർത്താവ് മരിച്ചതിന് ശേഷം ഈ ലക്ഷ്മിയെക്കുറിച്ച് പല വാർത്തകളും പലതരത്തിലുള്ള സംഭവങ്ങളും പുറത്തു വന്നിരുന്നു. അവർക്കെതിരായി തന്നെ ഈ ബാലഭാസ്കറുടെ ബന്ധുക്കൾ, പിതാവും മറ്റുമൊക്കെ ചില അഭിപ്രായങ്ങൾ പറഞ്ഞിരുന്നു. പക്ഷേ അപ്പോഴൊന്നും അവർ അതിന് മറുപടി നൽകുന്ന തരത്തിൽ ഒരു പ്രതികരണവും മാധ്യമങ്ങളുടെ മുന്നിൽ പറഞ്ഞിരുന്നില്ല. അന്വേഷണ സംഘങ്ങൾ എത്തിയപ്പോൾ അവരോട് ചില കാര്യങ്ങൾ പറഞ്ഞതല്ലാതെ ഈ ബാലഭാസ്കറുടെ പിതാവ് മാധ്യമങ്ങൾക്ക് മുന്നിൽ ലക്ഷ്മിയെക്കുറിച്ചും ലക്ഷ്മിയുടെ നിലപാടുകളിൽ ചില സംശയങ്ങളുണ്ടെന്ന് പറഞ്ഞ് പല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടും അവർ മറുപടി പറയാൻ വന്നിട്ട്. പക്ഷേ ഇപ്പോൾ 6-7 വർഷം കഴിഞ്ഞതിന് ശേഷം വീണ്ടും ആ വിഷയം ചർച്ചയാകുമ്പോൾ, പ്രത്യേകിച്ച് നമ്മുടെ DNA ചാനൽ, ഞങ്ങളുടെ ചാനൽ ബാലഭാസ്കറിൻ്റെ അച്ഛനെയും അമ്മയെയും ഒക്കെ ഇൻ്റർവ്യൂ ചെയ്ത് ആ വാർത്തകൾ വളരെയധികം മാധ്യമ ലോകത്ത് ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തപ്പോൾ ലക്ഷ്മിക്ക് കൃത്യമായിട്ട് എന്തെങ്കിലും മറുപടി പറയാതെ, തൻ്റെ നിലപാട് ജനങ്ങളുടെ മുന്നിൽ അറിയിക്കാതെ, മാധ്യമങ്ങളിൽ അറിയിക്കാതെ പറ്റില്ല എന്നൊരവസ്ഥ വരുന്നു. പ്രത്യേകിച്ച് DNA കൊണ്ടുവന്ന 2 അഭിമുഖങ്ങൾ, പ്രത്യേകിച്ച് അമ്മ പൊതുവിൽ ഇതുവരെയും, ബാലഭാസ്കറിൻ്റെ അമ്മ പൊതുവിൽ ഇതുവരെയും ആരോടും അങ്ങനെ ഒന്നും പറയാതിരുന്നില്ല. അച്ഛൻ പലപ്പോഴും എല്ലാ മാധ്യമങ്ങളുടെ മുന്നിലും വന്നിട്ടുണ്ട്, പക്ഷേ അമ്മ വന്നിട്ടില്ല. പക്ഷേ അമ്മയുടെ ഒരു എക്സ്ക്ലൂസീവ് ഇൻ്റർവ്യൂ തന്നെയാണ് ഞങ്ങൾ DNA സംപ്രേഷണം ചെയ്ത്. അതിനുശേഷമാണ് ഇപ്പോൾ ലക്ഷ്മിക്ക് എന്തെങ്കിലും പറയാതിരിക്കാൻ കഴിയില്ല. അങ്ങനെ ലക്ഷ്മി മനോരമ ചാനലിൽ അത്തരത്തിലൊരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. ആ ഇൻ്റർവ്യൂ പുറത്തു വന്നതോടുകൂടി ലക്ഷ്മിയെ സംബന്ധിച്ച് ലക്ഷ്മിയുടെക്കെതിരായിട്ട് സൈബർ ലോകത്ത് വല്ലാത്ത ആക്ഷേപങ്ങളാണ് ഉയർന്നത്. ഒരുതരം പൊങ്കാലയിടൽ, ലക്ഷ്മിക്ക് പൊങ്കാലയിടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ലക്ഷ്മി പറഞ്ഞത് അർജുനെയും അതുപോലെ പ്രകാശൻ തമ്പിയെയും ഒക്കെ ഒന്ന് സംരക്ഷിക്കുന്ന തരത്തിലുള്ള, അർജുനാണ് വാഹനം ഓടിച്ചിരുന്നതെന്നും ഞാൻ മുൻപിൽ കുട്ടിയുമായിട്ട് മുന്നിലെ സീറ്റിൽ തന്നെ ഉണ്ടായിരുന്നുവെന്നും ബാലഭാസ്കർ പുറകെ ഇരുന്ന് ഉറങ്ങുകയായിരുന്നുവെന്നും വാഹനം കൺട്രോൾ വിട്ടപ്പോൾ ഞാൻ വല്ലാതെ പേടിച്ച് അന്തം വിട്ടു പോയെന്നും വണ്ടി ഓടിച്ചിരുന്ന അർജുനും വല്ലാതെ ഒന്ന് പേടിച്ച് നിലവിളിച്ചുവെന്നും അവസാനം ഈ വാഹനം ഇടിച്ചപ്പോൾ തൻ്റെ ബോധം പോയെന്നും ഇടയ്ക്ക് ബോധമുണർന്നപ്പോൾ അർജുൻ ഡ്രൈവർ സീറ്റിൽ വല്ലാത്ത അവസ്ഥയിലിരിക്കുന്ന ഞാൻ കണ്ടതാണെന്നും അതുകൊണ്ട് അർജുൻ തന്നെയാണ് വണ്ടി ഓടിച്ചതെന്നൊക്കെയുള്ള ന്യായീകരണങ്ങൾ പറഞ്ഞുകൊണ്ട്, ഒരുപക്ഷെ അർജുനൊക്കെ ഈ സ്വർണ്ണക്കള്ളക്കടത്തിലും മറ്റു പല കേസുകളിലും പെട്ട ആളാണ് ഈ അർജുൻ എന്ന് പറയുന്ന ആൾ. ആ അർജുനെയൊക്കെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള ചില അഭിപ്രായ പ്രകടനങ്ങളാണ് ഇന്ന് മനോരമ ചാനലിൽ ഈ ലക്ഷ്മി ഒന്ന് പറഞ്ഞത്. ആ ലക്ഷ്മിയും മനോരമ ചാനലും തമ്മിൽ നടത്തിയ ആ ഒരു സംഭാഷണം, അതല്ലെങ്കിൽ ആ ഇൻ്റർവ്യൂ ബോധപൂർവം തിരക്കഥ തയ്യാറാക്കി സൃഷ്ടിച്ചതാണ് എന്ന തരത്തിലുള്ള ആക്ഷേപങ്ങളാണ് പലപ്പോഴും സോഷ്യൽ മീഡിയകളിൽ ഉയർന്നു വരുന്ന ആക്ഷേപം. ഇത് വെള്ളപൂശാൻ വേണ്ടിയിട്ട് മനോരമ ചാനലും കൂടെ ചേർന്നുകൊണ്ട് ലക്ഷ്മിയെ സംരക്ഷിക്കാനും ലക്ഷ്മിയോടൊപ്പം നിൽക്കുന്നവരെ സംരക്ഷിക്കാനും ഈ പറയുന്ന ആരോപിതരായി നിൽക്കുന്ന അല്ലെങ്കിൽ സംശയിക്കുന്ന ഈ അർജുനെയും പ്രകാശൻ തമ്പിയൊക്കെ ഇവരെല്ലാം ഈ ഒരു നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നവരല്ല. ഈ സ്വർണ്ണക്കള്ളക്കടത്തിലും അതുപോലെ മറ്റു പല കേസുകളിലും പെട്ടവരാണ്. അവരെയൊക്കെ ഒന്ന് വെള്ളപൂശ തരത്തിൽ ലക്ഷ്മി വന്നത് ആ ലക്ഷ്മിയെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരു നേരത്തെ തയ്യാറാക്കിയെടുത്ത ഗുരുതരമായ ചോദ്യങ്ങളൊന്നും ചോദിക്കാതെ, ലക്ഷ്മിയെ വിഷമിപ്പിക്കാത്ത തരത്തിൽ, സന്തോഷിപ്പിക്കുന്ന തരത്തിൽ, ലക്ഷ്മിക്ക് മനസ്സിൽ കിടക്കുന്ന തന്നെ വെള്ളപൂശാനും തൻ്റെ നിലപാട് ശരിയാക്കാനും തന്നോടൊപ്പം ഉള്ള അർജുനും തമ്പിക്കുമൊക്കെ വെള്ളപൂശാനും വേണ്ടിയിട്ടുള്ള ഒരു തരപ്പെടുത്തുകയായിരുന്നു ആ മാധ്യമം ചെയ്തത് എന്ന തരത്തിലുള്ള ആരോപണങ്ങളും ഉയരുന്നുണ്ട്. പൊതുവിൽ എന്തായാലും ഈ ബാലഭാസ്കറുടെ വിഷയം നമുക്കറിയാം. വളരെ സമർത്ഥനായ ഒരു കലാകാരനായിരുന്നു ബാലഭാസ്കർ. എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട ഒരു കലാകാരനായിരുന്നു. മനോഹരമായിട്ട് താന്ത്രികമായിട്ട് വയലിൻ വായിക്കുന്ന ആളായിരുന്നു അയാൾ. ഈ സാമ്പത്തിക ഇടപാടിൽ ചില രീതികൾ ഇദ്ദേഹം വൻ തുക
വൻ തുക കൊണ്ട് കളിക്കുന്ന, അത് കൈമാറുന്ന ചില രീതികൾ ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ അടുത്തുള്ള പല സുഹൃത്തുക്കളും പറയുന്നുണ്ട്. അപ്പോൾ മാത്രമല്ല, ഈ യാത്രയിലുടനീളം ഇങ്ങോട്ട് തിരുവനന്തപുരത്തേക്ക് ബാലഭാസ്കർ ഈ അപകടമുണ്ടാകുന്ന യാത്രയിലുടനീളം ഒരു പൂത്തോട്ടം ലത എന്ന് പറയുന്ന ഒരു സ്ത്രീ വിളിച്ചുകൊണ്ടിരുന്നു. എന്താണ് ഈ പൂത്തോട്ടം ലതയും ഈ ബാലഭാസ്കറും അല്ലെങ്കിൽ ലക്ഷ്മിയും അവരുടെ കുടുംബവുമായിട്ടുള്ള ബന്ധം? എന്തിനാണ് അവർ നിരന്തരം ഈ പൂത്തോട്ടം ലത എന്ന് പറയുന്ന സ്ത്രീ പിന്നെ സ്ഥിരമായിട്ട് ഇതിൽ ഇവരെ ഫോൺ ചെയ്തുകൊണ്ടിരുന്നത് എന്നതൊക്കെ വലിയ വിഷയമായി നിൽക്കുമ്പോൾ അതെല്ലാം ഇപ്പോൾ വീണ്ടും ചോദ്യമായിട്ട് സൈബർ ഇടങ്ങളിൽ ബാലഭാസ്കറിന് വേണ്ടിയിട്ട് രംഗത്ത് വരുന്നവർ പറയുന്നുണ്ട്. പൊതുവിൽ നമുക്ക് പറയാൻ കഴിയുന്നത് ഈ CBI അന്വേഷണത്തിനെതിരായിട്ട് വലിയ ഒരു നിയമയുദ്ധം നടത്തിയിട്ടാണ് ഈ വിഷയത്തിൽ CBI അന്വേഷണം വരുന്നത്. പക്ഷേ CBI അന്വേഷണം വന്നിട്ടും യാഥാർത്ഥ കാര്യങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. CBI അന്വേഷണവും വെറും ഒരു വാഹന അപകടം തന്നെയാണ് ബാലഭാസ്കറിൻ്റെതാണെന്ന് കണ്ടെത്തി അവർ റിപ്പോർട്ട് കൊടുത്ത് കോടതിയിൽ നിന്ന് പോവുകയുണ്ടായി. പക്ഷേ ഇപ്പോഴും പിന്നെ ദുരൂഹതകൾ ബാക്കി നിൽക്കുകയാണ്. ആ ദുരൂഹതകൾ അഴിക്കാൻ CBIക്കും കഴിഞ്ഞിട്ടില്ല. ആ ദുരൂഹതകൾ ഇങ്ങനെ ശക്തമായി നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ഇപ്പോഴും മനസ്സിലായി. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ദുരൂഹത ഇപ്പോഴും നിൽക്കുമ്പോൾ അതിനകത്ത് യാഥാർത്ഥ്യങ്ങൾ ഉണ്ട് എന്ന് തന്നെ, അല്ലെങ്കിൽ CBIയുടെ അന്വേഷണം നടത്തി അത് ആക്സിഡന്റ് മാത്രമാണ് എന്ന് പറഞ്ഞ് പോയിട്ടും വീണ്ടും വീണ്ടും ആ ദുരൂഹത ഉയർന്നു വരുന്നത് ഒരു അച്ഛൻ മകൻ്റെ മരണത്തിന് ഉത്തരവാദിയെ കണ്ടെത്താൻ വേണ്ടിയിട്ട് നടത്തുന്ന പിന്നെ അദ്ദേഹത്തിൻ്റെ ജീവൻ നിലനിൽക്കുന്ന കാലം വരെയും നടത്തുന്ന ഒരു പോരാട്ടമാണത്. ആ പോരാട്ടം അദ്ദേഹം ഇനി വിജയിക്കുമോ ഇല്ലയോ എന്ന് അറിയില്ല. പ്രത്യേകിച്ച് അതിൻ്റെ തെളിവുകളെല്ലാം പലതും പല രീതിയിൽ പോയി കഴിഞ്ഞു. എന്നാൽ ഇപ്പോഴും അതിൻ്റെ തെളിവുകൾ അവശേഷിക്കുന്ന പലതും ഉണ്ടെന്ന് ഈ ബാലഭാസ്കറിൻ്റെ പിതാവും അതുപോലെ അവരോടൊപ്പം നിൽക്കുന്ന ആൾക്കാരും പറയുന്നുണ്ട്. പക്ഷേ ഈ ബന്ധങ്ങളിൽ ഈ ലക്ഷ്മിയും അതുപോലെ ഈ അർജുനനും അതുപോലെ ഈ ബാലഭാസ്കറും ഈ പൂന്തോട്ടം ലതയും അതുപോലെ ഈ പ്രകാശൻ തമ്പി ഇതെല്ലാം കൂടെ അടങ്ങുന്ന ഒരു ബന്ധം അത്ര ഒരു ശരിയായ നല്ല രീതിയിലുള്ള ഒരു ബന്ധമായിരുന്നില്ല. ബാലഭാസ്കറും കൂടി ഇതിനകത്ത് പങ്കാളിയാവുകയാണ് ഉണ്ടായത്. ഈ പിന്നെ കള്ളക്കടത്തുകളിലും അറിഞ്ഞോ അറിയാതെയോ ഈ മഹാനായ നല്ലവനായ ഒരു കലാകാരനും കൂടി പെട്ടുപോയിട്ടുണ്ടോ എന്നുള്ള ഒരു ദുരൂഹത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഉണ്ടോ ഇല്ലയോ നമുക്കറിയാൻ പറ്റില്ല. അതെല്ലാം അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് CBI അന്വേഷിച്ചാണ്, പക്ഷെ അതൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഇപ്പോഴും ഇത് ദുരൂഹത നിലനിൽക്കുന്നു. തീർച്ചയായിട്ടും ഒരു വലിയ കലാകാരൻ്റെ ഈ മരണം കേരളത്തിന് വലിയ നഷ്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു പിതാവ് അതിനേക്കാൾ ഉപരി ഒരു പിതാവും അമ്മയും മാതാവും വല്ലാതെ മനസ്സ് വിറങ്ങലിച്ച് ഇപ്പൊ ജീവിക്കുകയാണ്. നമ്മൾ മുമ്പ് കണ്ടതാണ് പിന്നെ ഉരുട്ടിക്കൊല നടത്തിയ രാജന്റെ അച്ഛൻ ഈശ്വര വാര്യർ ഈ ഒരു മകന്റെ മരണം അന്വേഷിക്കാൻ വേണ്ടിയിട്ടും മരണത്തിന് ഉത്തരവാദികളെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ടും അദ്ദേഹം ഈ ജീവിതകാലം മുഴുവൻ പ്രയത്നിച്ചത്, ആ വന്യവയോധികൻ പ്രയത്നിച്ചത് നമുക്ക് അറിയാവുന്ന ഓർമ്മയാണ്. ആ ഭാഗത്ത് അതുപോലെയാണ് ഈ ബാലഭാസ്കറിന്റെ പിതാവും ഇപ്പോൾ ഈ വന്യവയോധികനായ പിതാവും പോരാടുന്നതെന്ന് നമുക്ക് കാണേണ്ടി വരും. എന്തായാലും ലക്ഷ്മി ഈ അഭിപ്രായം പറയുമ്പോൾ ഇപ്പോൾ ഈ ബാലഭാസ്കറിന്റെ പിതാവുമായിട്ടും മാതാവുമായിട്ടും നല്ല ബന്ധത്തിലല്ല ലക്ഷ്മി എന്നുള്ളതിനാണ് പൊതുവിൽ എല്ലാവർക്കും അറിയാവുന്നത്. ഇനിയും ചില കാര്യങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്, ഇനിയും ചില കാര്യങ്ങൾ മൂടിവെക്കപ്പെട്ടിട്ടുള്ളത്. അത് തന്നെയാണ് ഇതിൻ്റെ പിന്നിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും സത്യം എത്ര കാലം മൂടി വെച്ചാലും അത് എന്നെങ്കിലും ഒരു നാൾ ആ സത്യം പുറത്തു വരും. ആ നാൾ വരെ നമുക്ക് കാത്തിരിക്കാം, അല്ലാതെ മറ്റു വഴികളില്ലല്ലോ.